മാറ്റും. എന്റെ യേശു നന്മയ്ക്കായി തീർക്കും. എന്റെ ദൈവം സാഹചര്യങ്ങളെ മാറ്റും. എന്റെ യേശു നന്മയ്ക്കായി തീർക്കും. എന്റെ നാഥൻ വേദനകളെ മാറ്റും. മാറ്റും 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 മാറ്റും. ഞാനത് കണ്ടിട്ടുണ്ട്, ഞാനത് കേട്ടിട്ടുണ്ട്, ഞാനത് കണ്ടിട്ടുണ്ട്, ഞാനത് കേട്ടിട്ടുണ്ട്, ഉണ്ട് കണ്ടിട്ടുണ്ട്, ഉണ്ട് കേട്ടിട്ടുണ്ട്. ഉള്ളതിനെ ഞാൻ നോക്കുകയില്ല. കാണുന്നതൊക്കെയും താൽക്കാലികം. ഇപ്പോഴുള്ളതിനെ ഞാൻ നോക്കുകയില്ല. കാണുന്നതൊക്കെയും താൽക്കാലികം. വരുവാനുള്ളതോ കാണാനുള്ളതോ, വരുവാനുള്ളതോ കാണാനുള്ളതോ തേജസ്സിന്റെ നിത്യഘനമാണ്, തേജസ്സിന്റെ നിത്യഘനമാണ്. ഞാനത് കണ്ടിട്ടുണ്ട്, ഞാനത് കേട്ടിട്ടുണ്ട്, ഞാനത് കണ്ടിട്ടുണ്ട്, ഞാനത് കേട്ടിട്ടുണ്ട്, ഉണ്ട് കണ്ടിട്ടുണ്ട്, ഓ ഉണ്ട് കേട്ടിട്ടുണ്ട്. കർത്താവിൻ്റെ അതിമഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ക്രിസ്തുവിൽ ഞാൻ ആരാണെന്ന ബോധ്യം ഒരു വ്യക്തിയുടെ ലൈഫിനെ മാറ്റുവാനിടയാകും. ദൈവജനത്തിൽ ധാരാളം പ്രിൻസിപ്പിൾസ് ഉണ്ട്. ആ പ്രിൻസിപ്പിൾസിനനുസരിച്ചാണ് നമ്മുടെ ലൈഫിനെ മുൻപോട്ട് കൊണ്ടുപോകേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മുൻപിൽ വരുന്ന പ്രശ്നത്തോട് എനിക്ക് എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് മനസ്സിലാകും. രോഗസൗഖ്യമാണ് ഞാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ദൈവജനത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് ഒരു വ്യക്തി മനസ്സിലാക്കുമ്പോൾ അതിനനുസരിച്ച് അതിനെ തൻ്റെ ലൈഫിൽ കൊണ്ടുവരുവാനായി കഴിയും. സാമ്പത്തിക നന്മയുണ്ടാകാനായിട്ട് ദൈവജനത്തിനൊരു പ്രിൻസിപ്പിളുണ്ട്. അതിനനുസരിച്ച് ഞാൻ ചെയ്യുന്നുവെങ്കിൽ അതെൻ്റെ ലൈഫിൽ ദൈവിക നന്മകളെ കൊണ്ടുവരും. ആമേൻ. ക്രിസ്തുവിൽ ഞാൻ ആരാണെന്നും ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നും ദൈവജനത്തിൽ നിന്ന് ഒരു വ്യക്തി മനസ്സിലാക്കുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതം തന്നെ മാറും. ഇന്നത്തെ ദൈവജനം നിങ്ങളോട് ചിലത് സംസാരിക്കും. നമുക്ക് ആ മെസ്സേജിലേക്ക് പോകാം. യൂസ് ഫെയ്ത്ത്, വേർഡ് ഓഫ് ഫെയ്ത്ത്. എപ്പോഴും വിശ്വാസത്തിന്റെ വാക്കുകൾ ഉപയോഗിച്ചാട്ടെ. യൂസ് സ്ട്രോങ് സ്ക്രിപ്ചർ ഫ്രം ദ വേർഡ്. ദൈവത്തിന്റെ വചനത്തിൽ നിന്നുള്ള വാക്യങ്ങൾ അത് ശക്തമായി ഉപയോഗിച്ചാട്ടെ. That's why 2 Corinthians chapter 4 verse 13 says, അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 4:13 പറയുന്നു, I believe therefore I spoke. ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു. Your communication or your language must reflect the provisions of gospel. നിങ്ങളുടെ സംസാരവും നിങ്ങൾ പറയുന്ന വാക്കുകൾ എപ്പോഴും ദൈവവചനത്തിൽ നിന്നുള്ള പ്രൊവിഷൻസ് ആയി മാറുവാനിടയാകട്ടെ. Listen to me carefully. Your communications, your language must reflect the provisions of gospel. നിങ്ങളുടെ സംഭാഷണവും നിങ്ങളുടെ പറച്ചിലും എപ്പോഴും ദൈവവചനത്തിൽ നിന്നുള്ള പ്രൊവിഷനെ കുറിച്ചാകട്ടെ. ഗോസ്പൽ, സുവിശേഷം നിങ്ങൾക്ക് ചില പ്രൊവിഷനുകൾ നൽകിയിട്ടുണ്ട്. അതിൽ നിന്നുള്ള റിഫ്ലക്ഷൻ ആയിരിക്കണം നിങ്ങളുടെ ഏറ്റുപറച്ചിൽ, നിങ്ങളുടെ സംസാരം, നിങ്ങളുടെ ഭാഷ. എന്തെങ്കിലും അതും ഇതും പറയരുത്. അടുത്തിരിക്കുന്നവരോട് പറ, അതും ഇതും പറയരുത്. പറ, അതും ഇതും പറയരുത്. സുവിശേഷം തരുന്ന പ്രൊവിഷൻസ് നിങ്ങളുടെ വായിലും പ്രവൃത്തിയിലും റിഫ്ലക്റ്റ് ചെയ്യണം, പ്രതിഫലിക്കണം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ, ശബ്ദം ഹല്ലേലൂയ പറഞ്ഞാട്ടെ. So what our problem, we always talk fear. നമ്മുടെ പ്രശ്നം എന്താണെന്ന് അറിയാം, നമ്മൾ എപ്പോഴും ഭയം സംസാരിക്കും. We are always talk our situation. നമ്മൾ എപ്പോഴും നമ്മുടെ സാഹചര്യത്തെ കുറിച്ച് സംസാരിക്കാനിടയാകും. Don't talk your situation. നിങ്ങളുടെ സാഹചര്യത്തെ കുറിച്ച് നിങ്ങൾ സംസാരിക്കരുത്. Hallelujah. Instead of talking
your situation, use to talk the word of God. നിങ്ങളുടെ സാഹചര്യത്തെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുന്നതിന് പകരമായി നിങ്ങൾ ദൈവവചനത്തിൽ നിന്ന് ദൈവിക വാക്യങ്ങൾ സംസാരിച്ചാട്ടെ. Instead of talking about fearful things, you have to say, you have to talk about faith. Amen. നിങ്ങൾ ഭയമുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതിന് പകരം നിങ്ങൾ വിശ്വാസത്തിന്റെ വാക്കുകൾ നിങ്ങൾ സംസാരിച്ചാട്ടെ. Hallelujah. The ordinary man or woman speak according to their senses. സാധാരണ മനുഷ്യർ അവരുടെ സെൻസ് അനുസരിച്ചാണ് സംസാരിക്കാൻ ഇടയാകുന്നത്. Hallelujah. But we have to speak faith. പക്ഷെ നമ്മൾ അങ്ങനെയല്ല, നമ്മൾ വിശ്വാസം സംസാരിക്കേണ്ടവരാണ്. When you speak fear, the fear will control you. നിങ്ങളെ ഭയം സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഭയം നിങ്ങളെ നിയന്ത്രിക്കുവാൻ ഇടയാകും. When you speak unbelief control you. നിങ്ങൾ അവിശ്വാസം സംസാരിക്കുന്ന സമയത്ത് അവിശ്വാസം നിങ്ങളെ നിയന്ത്രിക്കുവാൻ ഇടയാകും. But listen to me. When you talk faith, the word of God will control you. God will control you. The blessing will control you. നിങ്ങൾ വിശ്വാസം സംസാരിക്കുന്ന സമയത്ത് ദൈവം നിങ്ങളെ നിയന്ത്രിക്കാൻ ഇടയാകും. ദൈവിക അനുഗ്രഹങ്ങൾ നിന്നെ നിയന്ത്രിക്കാൻ ഇടയാകും. You know, sometimes even the pastors are talking fear. ചില സമയത്ത് പാസ്റ്റർമാർ പോലും ഭയത്തെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. You don't know what I'm saying because I am never sure about fearful things. നിങ്ങൾക്ക് അറിയത്തില്ല ഞാൻ ഈ പറയുന്നതിന്റെ അർത്ഥം, കാരണം ഞാൻ ഭയം നിങ്ങളോട് സംസാരിക്കാറില്ല. How the pastors are sharing fearful things. എങ്ങനെയാണ് പാസ്റ്റർമാർ ഭയത്തിന്റെ കാര്യങ്ങൾ സംസാരിക്കാൻ ഇടയാകുന്നത്? You know, most of the people don't know about the tithings. What is the law of tithings? ദശാംശം കൊടുക്കുന്നതിന്റെ നിയമത്തെക്കുറിച്ച് കൂടുതൽ പേർക്കും അറിയത്തില്ല. Some pastors are saying if you are not pay perfectly the tithe to the church, ചില പാസ്റ്റർമാർ സംസാരിക്കാറുണ്ട്, നിങ്ങൾ കൃത്യമായി ദശാംശം കൊടുത്തില്ല എങ്കിൽ you are going to give your money to the hospital. നിങ്ങൾ നിങ്ങളുടെ പൈസ ആശുപത്രിയിൽ കൊടുക്കാനായി പോകുന്നതെന്ന് അവർ പറയാറുണ്ട്. ദശാംശം കറക്റ്റ് കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ പൈസ മുഴുവൻ അവിടെ കൊടുക്കേണ്ടി വരും. നിങ്ങളൊന്നും എണ്ണാത്ത എന്താ? That's a wrong teaching. അത് തെറ്റായ പഠിപ്പീരാണ്. When I say if you are not giving properly to the tithe to the church, your money will lose to the hospital. You will spend all your money to the hospital. It gives you fear. ദശാംശം കൃത്യമായി കൊടുത്തില്ലെങ്കിൽ നിനക്ക് ദശാംശം കൊടുക്കാനുള്ള പൈസയും അതിൽ കൂടുതൽ പൈസയും നീ ആശുപത്രിയിൽ ചെലവാക്കാൻ ഇടയാകും എന്ന് പഠിപ്പിക്കുന്നത്. നീ സുവിശേഷ വേലയ്ക്ക് കൊടുത്തില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ആ പൈസയും കൂടെ എന്ത് ചെയ്യും? നീ ആശുപത്രിയിൽ പോയി ചെലവാക്കേണ്ടി വരും. ഇത് കേൾക്കുമ്പോൾ ആളുകൾക്ക് സന്തോഷം വരുമെന്നാണോ പറയുന്നത്? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാമോ? അതിന് പകരം എന്നാ ഉണ്ടോ? ഞാനത് പ്രസംഗിക്കാത്തതുകൊണ്ടാണ് നിങ്ങൾ കേൾക്കാത്തത്. വേറെ അടുത്ത് ചിലതൊക്കെ തുറന്നു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലായത് പറയുന്നവരുണ്ടോ എന്ന്. അയ്യോ, അത് കേട്ടാ തോന്നുന്നത് എന്നാന്നറിയാം, അപ്പോൾ എൻ്റെ പൈസ പോകുന്നതിൻ്റെ കാരണം ഞാൻ കൊടുക്കാത്തതുകൊണ്ടാണ്. ബ്രദറെ, നിങ്ങൾ കൊടുത്തില്ലെങ്കിലും കൊടുത്തില്ലെങ്കിലും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ആമേൻ. So should I give something to our church, or should I give tithe to our church? ഞാൻ സഭയ്ക്ക് വേണ്ടി എന്തെങ്കിലും കൊടുക്കണോ? ഞാൻ സഭയ്ക്ക് വേണ്ടി ദശാംശം കൊടുക്കണോ? What is the law of the tithe? ദശാംശത്തിന്റെ നിയമം എന്താണ്? It is so simple. അത് വളരെ നിസ്സാരമാണ്. If you know you are blessed with God, that is your responsibility to bless the person who support or share the gospel. നിങ്ങൾ എന്താണ് ദശാംശത്തിന്റെ നിയമം എന്ന് പറയുന്നത്? നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടെങ്കിൽ അതിന്റെ ഒരു അംശം നിങ്ങൾക്ക് ദൈവവചനത്തോട് ബന്ധിക്കപ്പെട്ട് നിങ്ങളെ നടത്തിയ സഭയോടും ദൈവദാസനും കൊടുക്കേണ്ട ആവശ്യമാണ്. നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് നിങ്ങളെ കർത്താവിനെ അറിയിച്ച ആൾക്ക് അറിഞ്ഞതിൻ്റെ നന്ദി സൂചകമായി കൊടുക്കുക എന്നത്. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് അനേക ആളുകൾ ഞാൻ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങൾ അനുഭവിക്കേണ്ടതിനുള്ള സാഹചര്യം ഒരുക്കുക എന്നത്. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് നിങ്ങൾ അനുഭവിച്ച സൗഖ്യം മറ്റനേകർ അനുഭവിക്കേണ്ടി വരുന്നതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുക എന്നുള്ളത്, അതിനായി സാമ്പത്തികമായി കൊടുക്കുക എന്നുള്ളത്. അത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ഞാൻ അതിന് പറയുക, നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ നിങ്ങളെ ദൈവം എന്ത് ചെയ്ത് കളയും? ശിക്ഷിച്ചു കളയും. ദൈവം നിങ്ങളെ എന്ത് ചെയ്യും? നിങ്ങളുടെ പൈസ മുഴുവൻ ആശുപത്രി പോകുമെന്ന് പറഞ്ഞ് അനദർ വേ. So I can also give you some fear, you know. എനിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഭയം വരുത്താനായി സാധിക്കും. But I know fear is always from devil. എനിക്ക് ഒരു കാര്യം പറയാം, ഭയം എന്ന് പറയുന്നത് അത് എപ്പോഴും പിശാചിൽ നിന്നാണ്. Will you please stand up? നിങ്ങൾ ഒരിക്കൽ എഴുന്നേറ്റ് നിൽക്കാമോ? So what I am going to share, how to face the present situation. ഞാൻ എന്താണ് നിങ്ങളോട് പറയാൻ പോകുന്നത്? ഈ സാഹചര്യങ്ങളെ എങ്ങനെ നേരിടാൻ പറ്റുമെന്നാണ്. So don't talk fear. ഒരിക്കലും നിങ്ങൾ ഭയം സംസാരിക്കരുത്. Don't talk confusions നിങ്ങൾ സംസാരിക്കാൻ ഇടയാകരുത്. Don't talk your situation. നിങ്ങളുടെ സാഹചര്യത്തെ നിങ്ങൾ സംസാരിക്കരുത്. Don't talk unbelief. അവിശ്വാസം നിങ്ങൾ സംസാരിക്കാൻ ഇടയാകരുത്.
Instead of fear, you have to say, you have to confess faith. ഭയം സംസാരിക്കുന്നതിന് പകരം നിങ്ങൾ വിശ്വാസം സംസാരിക്കണം. Hallelujah. Hallelujah. Don't use any unbelief, don't use any fearful words. നിങ്ങൾ ഭയമുള്ള വാക്കുകൾ നിങ്ങൾ സംസാരിക്കാൻ ഇടയാകരുത്. It's create fearful situations surrounding you. അത് നിനക്ക് ചുറ്റും ഒരു ഭയമുള്ള സാഹചര്യത്തെ ഉളവാക്കാൻ It's going to ഇടയാകും. be a trouble your family. അത് നിന്റെ കുടുംബത്തെ അത് ട്രബിളിലേക്ക് നടത്താൻ ഇടയാകും. Hallelujah. Let's talk faith. നിങ്ങൾ Amen. വിശ്വാസം സംസാരിച്ചാട്ടെ. Let confess faith. നിങ്ങൾ വിശ്വാസം ഏറ്റു Do പറഞ്ഞാട്ടെ. not talk confusion. നിങ്ങൾ കൺഫ്യൂഷൻസ് പറയാൻ ഇടയാകരുത്. Instead of that, you have to confess faith. അതിനു പകരമായി നിങ്ങൾ വിശ്വാസം ഏറ്റു പറയണം. Hallelujah. Last Sunday, കഴിഞ്ഞ ഞായറാഴ്ച I conclude here. ഞാൻ ഇവിടെയാണ് നിർത്താൻ ഇടയായത്. So you have to say, you should boldly speak boldly who I am. നിങ്ങൾ ഉറപ്പോടെ ധൈര്യത്തോടെ പറയണം ഞാൻ ആരാണെന്ന്. Hallelujah. This is the place I stopped. അവിടെയാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച നിർത്താൻ ഇടയായത്. നിങ്ങൾ ആരാണെന്ന് നിങ്ങളെ പ്രശ്നത്തെ നോക്കിയിട്ട് പറയണം. അടുത്തിരിക്കുന്ന ആളെ കൈയെടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ആരാണെന്ന് നിങ്ങളുടെ പ്രശ്നത്തെ നോക്കിയിട്ട് പറയണം. നിങ്ങൾ ആരാണെന്ന് നിങ്ങളുടെ പ്രശ്നത്തെ നോക്കിയിട്ട് പറയണം. അന്യഭാഷയിൽ അല്പനേരം സ്തുതിച്ച് ഇരിക്കുന്ന ആളുകളെല്ലാം വെന്തിരിക്കുവോ? ഫിസിക്കലി നിങ്ങൾ ടയേർഡാണ്. നിങ്ങൾക്ക് ഈ മെസ്സേജ് കേൾക്കാനുള്ള ഒരു ജോയ് ഇല്ല. അതുകൊണ്ട് അല്പനേരം കർത്താവിനെ സ്തുതിച്ച് ആമേൻ. ഇതിനകത്ത് ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് അതിനൊക്കെ ചൂടാണ്. ഇന്ന് ഞാൻ പ്രസംഗിക്കാൻ പോകുന്ന ഒരു ഡീപ്പറായ ചിന്തയാണ്. നിങ്ങൾക്ക് അതെല്ലാവർക്കും പ്രയോജനപ്പെടണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അന്യഭാഷയിൽ അല്പം നേരം സ്തുതിച്ചാട്ടെ. Rimakato loko rimakata lakaba jirakaba sakana rakato roko jina mana siti loko ro. Come on, worship him. കൈകളടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. Rantananiandhalakabo Rantananiandhalako Rasilianakarako Rabasiniko. You know, when I am begin my Christian life, ഞാൻ ക്രിസ്തീയ ജീവിതം തുടങ്ങിയ സമയത്ത് most of the people are taught me, കൂടുതൽ ആൾക്കാർ എന്നെ പഠിപ്പിക്കാൻ when ഇടയായി, your situation getting bad, നിങ്ങളുടെ സാഹചര്യങ്ങൾ താഴെ പോകുമ്പോൾ you have to cry out. നിങ്ങളുടെ സാഹചര്യങ്ങൾ മോശമാകുമ്പോൾ നീ കരയാൻ You ഇടയാകണം. have to fix a fasting prayer നീ ഒരു ഉപവാസ പ്രാർത്ഥന അതിന് തയ്യാറെടുക്കണം. and fix your problem. നിന്നെ ഉപവാസ പ്രാർത്ഥനയിൽ ഇരുന്നിട്ട് നിന്റെ പ്രശ്നത്തെ നീ തീർക്കുവാൻ You have ഇടയാകണം. to spend more time for prayer. നീ കൂടുതൽ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാൻ You ഇടയാകണം. know one thing, നിനക്കൊരു കാര്യം അറിയാമോ? without the word, your prayer is not powerful. നിന്റെ ദൈവിക വചനം കൂടാതെ നിന്റെ പ്രാർത്ഥന വിഫലമാണ്, അല്ലെങ്കിൽ ശക്തിയില്ലാത്തതാണ്. Without the revelation from the word, your prayer is vain. നിന്റെ ദൈവ വചനത്തിൽ നിന്നൊരു വെളിപ്പാടില്ലെങ്കിൽ നിന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു വേസ്റ്റ് ആണ്. Even Muslims, even Hindus, even Jews, everyone is praying. ഹിന്ദുസും മുസ്ലിംസും യൂത്സും എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. What is different between you and other people? നിന്റെയും അവരുടെയും പ്രാർത്ഥനയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? Our difference is we use the word in the prayer. Amen. നമ്മുടെ വ്യത്യാസം എന്താണെന്ന് അറിയാമോ? നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ ദൈവത്തിന്റെ വചനം ഉപയോഗിക്കുന്നുണ്ട്. The word is our confidence to confidence. Where is our confidence? എന്ന് വെച്ചാൽ ദൈവത്തിന്റെ വചനത്തിൽ നിന്നൊരു വചനമാണ് ദൈവത്തിലുള്ള എന്റെ ഉറപ്പെന്ന് പറയുന്നത്. We know through the word we are going to receive what we pray. എന്ന് വെച്ചാൽ ദൈവത്തിന്റെ വചനത്തിൽ നിന്നാണ് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ പ്രാപിക്കാൻ ഇടയാകുന്നത്. But most of the time when we face issues, we started to cry. പക്ഷേ കൂടുതൽ സമയത്ത് നമ്മളുടെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഞാൻ കരയുവാൻ ഇടയാകും. We cry not because of the word revelation, because of our emotions. ഞാൻ കരയുന്നത് ദൈവവചനത്തിൽ നിന്ന് വെളിപ്പാട് കൊണ്ടല്ല, എന്റെ ഇമോഷൻ കൊണ്ടാണ് ഞാൻ കരയാൻ ഇടയാകുന്നത്. Emotions never relieve you. ഇമോഷൻ ഒരിക്കലും നിന്നെ വിടുതലിലേക്ക് നയിക്കത്തില്ല. Can you say hallelujah? Hallelujah. Come on, say hallelujah. Hallelujah. Only faith can relieve you and release you. Amen. വിശ്വാസത്തിന് മാത്രമാണ് നിന്നെ റിലീസ് ചെയ്യാൻ സാധിക്കുക. If you have faith in Jesus, it will release you. Amen. നിനക്ക് ക്രിസ്തുവിൽ വിശ്വാസം ഉണ്ടെങ്കിൽ അത് നിന്നെ വിടുതലിലേക്ക് നയിക്കുവാൻ ഇടയാകും. When
you are facing issues, നീ ഒരു പ്രശ്നം നേരിടുമ്പോൾ don't look at and cry. നീ അതിനെ നോക്കി കരയരുത്. Instead of that, അതിന് പകരം you have to say to your situation, നിന്റെ സാഹചര്യത്തെ നോക്കി നീ do പറയണം, you know who I am? നിനക്കറിയാമോ ഞാൻ ആരാണെന്ന്. You should speak boldly to their situation. നിന്റെ സാഹചര്യത്തെ നോക്കി ഉറപ്പോടെ നീ പറയണം, നിന്റെ ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ. Come on, say who I am. ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ. Say to your neighbor, do you know who I am? അടുത്ത വ്യക്തിയോട് പറഞ്ഞിട്ട് ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ. I am child of God. I am the child of God. ഞാൻ ദൈവത്തിന്റെ I am മകനാണ്. a child of ഞാൻ God. ദൈവത്തിന്റെ പൈതലാണ്. How many of you can say I am a child of എത്ര God? പേർക്ക് പറയാനായി സാധിക്കും ഞാൻ ദൈവത്തിന്റെ പൈതലാണെന്ന്. Listen, I am sharing a truth to you. ഞാൻ എന്ന ദൈവിക സത്യം നിന്നോട് What പറയുകയാണ്. what I share to you now? ഞാൻ എന്താണ് നിങ്ങളോട് When പറയാനിടയായത്. you're facing issues, നിങ്ങൾ ഒരു പ്രശ്നം you നേരിടുമ്പോൾ have to say I am a child of God. നിങ്ങൾ പറയണം ഞാൻ ദൈവത്തിന്റെ പൈതലാണെന്ന്. Why? എന്താണ്? Say to your neighbor, why? അടുത്ത് നിൽക്കുന്ന ആളോട് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ്? Because കാരണം your situations created by the devil. കാരണം നിന്റെ സാഹചര്യം നിനക്ക് ഉളവാക്കിയത് പിശാചിനാലാണ്. He comes only for steal and destroy and kill. അവൻ അറക്കാനും ഒടിക്കാനും കൊല്ലുവാനും അല്ലാതെ അവൻ വരുന്നില്ല. Hallelujah. Hallelujah. So when you are facing a situation closer to kill you, നിന്നെ കൊന്നുകളയുന്ന സാഹചര്യത്തിലേക്ക് നീ വരുമ്പോൾ, when a situation trying to steal you, നിന്നെ മോഷ്ടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീ വരുമ്പോൾ, when a situation trying to destroy you, നിന്നെ തകർത്ത് കളയുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീ വരുമ്പോൾ, do not cry. നീ കരയരുത്. Look at the situation that's what trying to destroy you. Look at the situation, say, do you know who I am? നിന്നെ തകർത്ത് കളയാൻ വരുന്ന ആ സാഹചര്യത്തെ നീ നോക്കിയിട്ട് പറയണം ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ. Because that situation not created by God, that situation created by the devil. കാരണം ആ സാഹചര്യം ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതല്ല, പിന്നെ ആ സാഹചര്യം അത് പിശാചിനാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. Romans chapter 8 verse 35. റോമർ 8:35 പറയുന്നു, Will tribulation, distress, persecution, famine, or nakedness, danger, or sword? സങ്കടമോ കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ അതോ വാളോ. That means tribulation not from God, it is from devil. അതെന്ന് വെച്ചാൽ പ്രശ്നങ്ങൾ വരുന്നത് അത് ദൈവത്തിൽ നിന്നല്ല, അത് പിശാചിൽ Destruction നിന്നാണ്. is not from God, it's from devil. അത് ഉപദ്രവം വരുന്നത് അത് ദൈവത്തിൽ നിന്നല്ല, പിശാചിൽ Famine, നിന്നാണ്. it's not from God, it's from devil. അത് പട്ടിണി വരുന്നത് ദൈവത്തിൽ നിന്നല്ല, അത് പിശാചിൽ നിന്നതാണ്. That means when you face a drought in your life, നിന്റെ ജീവിതത്തിൽ ഒരു വരൾച്ച നീ നേരിടുന്ന സമയത്ത് don't fix and cry. നീ അതിനെ നോക്കി കരയരുത്. Don't cry out. അതിനെ നോക്കി കരയരുത്. Instead of that, അതിന് പകരം look at and talk to the famine. നിന്നെ ആ വരൾച്ച നോക്കിയിട്ട് നീ പറയണം, Devil, പിശാചേ, there is no place in my life. എന്റെ ജീവിതത്തിൽ നിനക്ക് സ്ഥാനമില്ല. You don't have it. You don't have a place in my life. എന്റെ ജീവിതത്തിൽ നിനക്കൊരു സ്ഥാനവുമില്ല. You don't have a place in my life. നിനക്ക് എന്റെ ജീവിതത്തിൽ സ്ഥാനവുമില്ല. Tribulation, there is no place in my life. സങ്കട കഷ്ടത നിനക്കൊരു സാഹചര്യമില്ല. എന്റെ ജീവിതത്തിൽ Tribulation, there is no place in my life. സങ്കടത്തിന് എന്റെ ജീവിതത്തിൽ യാതൊരു പ്രശ്നവുമില്ല. Destruction, there is no place in my life. എന്റെ ജീവിതത്തിൽ യാതൊരു സ്ഥാനവുമില്ല. Because I am a child of God. കാരണം ഞാൻ ദൈവത്തിന്റെ പൈതലാണ്. സങ്കടത്തിന് എന്നിൽ ഇടയില്ല. സങ്കടത്തിന് എന്റെ ഇടയില്ല. കഷ്ടത്തിന് എന്നിൽ ഇടയില്ല. കഷ്ടത്തിന് എന്റെ ഇടയില്ല. ഉപദ്രവത്തിന് എന്നിൽ ഇടയില്ല. ദൈവത്തിന് എന്റെ ഇടയില്ല. കാരണം ഉപദ്രവം ഉണ്ടാക്കുന്നത് കള്ളനാണ്. അത് കൊണ്ടുവരുമ്പോ നീ അത് കണ്ട് കരയരുത്. അതിനു പകരം അവനെ നീ ഓപ്പോസിറ്റ് ചെയ്യണം. ഓരോ പ്രിൻസിപ്പിൾസും നമ്മളോട് പറയുന്നത് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഞാനൊരു പരാജയമല്ല, അല്ലെങ്കിൽ എൻ്റെ മുൻപിലായിരിക്കുന്ന പ്രശ്നത്തിൻ്റെ സൊല്യൂഷനെ എനിക്ക് എങ്ങനെ കാണാൻ കഴിയും എന്നതാണ് ആ പ്രിൻസിപ്പിൾസ് നമ്മളോട് പറഞ്ഞു തരുന്നത്. നീ ആരാണെന്ന് ദൈവവചനത്തിൽ നിന്ന് മനസ്സിലാക്കുമ്പോൾ നീ നിൻ്റെ പ്രശ്നത്തോട് പറയും, നിന്നെ ഞാൻ ഭയപ്പെടത്തില്ല, എനിക്കതിൻ്റെ സൊല്യൂഷൻ അറിയാമെന്ന് പറയും. നീ അതിനോട് എതിർത്ത് നിൽക്കുമ്പോൾ അത് നിന്നെ വിട്ട് ഓടിപ്പോകും. ദൈവത്തിൻ്റെ വചനം ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ളപ്പോൾ ആ വ്യക്തിയെ തോൽപ്പിക്കാൻ ഒരു ശക്തികൾക്കും കഴിയത്തില്ല. ഞാൻ ആരാണെന്ന് എനിക്ക് മനസ്സിലാക്കുമ്പോൾ, ദൈവവചനത്തിൽ എൻ്റെ അവകാശം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുമ്പോൾ, പ്രശ്നം എൻ്റെ മുൻപിൽ സല്യൂട്ട് ചെയ്യാനിടയാകും. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്കിനി ചില ദൈവിക സാക്ഷ്യങ്ങളിലേക്ക് പോകാം. സിസ്റ്ററെ, ഈ
സിസ്റ്റർ പ്രാർത്ഥിച്ചതിനെ തുടർന്ന് സിസ്റ്ററിന്റെ കസിൻ സിസ്റ്ററിന് 13 വർഷങ്ങളെ കുഞ്ഞുങ്ങളില്ലാതിരുന്നിടത്ത് കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട ഒരു കുഞ്ഞിനെ നൽകിയ സാക്ഷിയാണ് പറയാനുള്ളത്. ഈ സിസ്റ്ററുടെ പേര് ദീപ എന്നാണ്. തിരുമല എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. സിസ്റ്ററിന്റെ കസിന്റെ പേര് ശ്യാമ എന്നാണ്. ആ കുടുംബത്തിന് 13 വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു. 10 മാസത്തിന് മുമ്പേ സിസ്റ്റർ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, ആ സിസ്റ്റർ കെയറിംഗ് ആയി. ഈ മാർച്ച് 10-ാം തീയതി കർത്താവ് ഒരു അനുഗ്രഹിക്കപ്പെട്ട ആൺകുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു എന്നാണ് പറയുന്നത്. ഡെലിവറി കഴിഞ്ഞോ? താങ്ക് യു ജീസസ്. ഈ സിസ്റ്റർ ഇവിടെ നിൽക്കുന്നത് തന്നെ ഒരു അത്ഭുത സാക്ഷ്യമായിട്ടാ. അനേകർക്ക് അത്ഭുതങ്ങളെ കൊടുക്കാൻ തക്കോണം ഈ കരങ്ങളെ ദൈവം ബലപ്പെടുത്തി ഓർത്ത് സ്തോത്രം. താങ്ക് യു ജീസസ്. 10 വർഷം മുമ്പ് ഈ സിസ്റ്ററിനെ മഞ്ഞപ്പിത്തം ഉണ്ടായിരുന്നു. അത് ലിവറിനെ ബാധിച്ചിരുന്നു. നമ്മുടെ പബ്ലിക് മീറ്റിംഗിനെ വന്ന് സിസ്റ്റർ പ്രാർത്ഥിച്ചു. പൂർണ്ണ സൗഖ്യമായി എന്ന് സിസ്റ്റർ പറയുന്നത്. ഇത് എന്തിന്റെ റിപ്പോർട്ടാണ് തന്നെ കഴിഞ്ഞ ആഴ്ചകളിലെ സിസ്റ്റർക്ക് വായിൽ നിന്ന് ബ്ലഡ് വന്നതിനെ തുടർന്ന് ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ സ്കാൻ ചെയ്യാനും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനൊക്കെ എഴുതിയിരുന്നു. യാതൊരു കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. ഇതെന്തിന്റെ റിപ്പോർട്ടാണ് ചേച്ചി? ഇത് ബ്ലഡ് ടെസ്റ്റ് ചെയ്താണ്. കഴിഞ്ഞ മാസം വീണ്ടും ബ്ലഡ് വന്നു. 4-5 ദിവസമായിട്ട് ബ്ലഡ് വരികയായിരുന്നു. ഓക്കെ, പായിന്ന് വന്നുകൂടെ ഇരിക്കും. ഞാൻ ചോദിക്കുന്നത് അത് മാറിയതിന്റെയാണോ ലിവർ ഫംഗ്ഷൻ സൗഖ്യമായതിന്റെയോ? സൗഖ്യമാക്കി. ഞാൻ രണ്ടിന്റെയും പേപ്പർ ഉണ്ട് ഇതിനകത്ത്. ഓ, അടിപൊളി. ഇങ്ങനെയൊക്കെ ആളുകൾ വന്ന എന്തൊരു സന്തോഷമല്ലെന്നറിയോ. നേരത്തെ റിപ്പോർട്ടും ഉണ്ട്, ഇപ്പത്തെ റിപ്പോർട്ടും ഉണ്ട്. ലിവർ ശരിയായി. ഒന്ന് എഴുന്നേറ്റ് ഒന്ന് കൈയടിച്ചു രാമീൻ പറഞ്ഞേ. ഇത് സയന്റിഫിക്കലി അവര് അതിന്റെ റിസൾട്ടുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കാം. കൈകളടിച്ചൊരു നല്ല ആമീൻ പറയാം. മിടുക്കി അമ്മച്ചി കേട്ടോ. ഇഷ്ടപ്പെട്ട പോ, സന്തോഷമായിട്ട് പോ. ബ്രദറെ, ഈ ബ്രദറിന്റെ പേര് സത്യനേശൻ എന്നാണ്. വെള്ളറട എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് വരുന്നത്. ഈ ബ്രദറിന് തടിയുടെ ബിസിനസ്സാണുള്ളത്. കഴിഞ്ഞ 8 മാസത്തോളമായി ആ ബിസിനസ് ഭയങ്കര ലോസിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ 2 ആഴ്ച മുൻപ് ബ്രദർ ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് മുതൽ ആ ബിസിനസ്സിന് മേൽ വലിയൊരു വർധനവുണ്ടായി എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. 8 മാസമായിട്ട് ബിസിനസ് ഡൗൺ ആയിരുന്നു. വളരെ സ്ലോ ആയിരുന്നു. കച്ചവടം സമൃദ്ധി ഉണ്ടാകണമെന്ന് അദ്ദേഹത്തിന്റെ ആഗ്രഹം. 5.5 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഒരു ഉദരഫലത്തെ കൊടുത്ത് ദൈവം അനുഗ്രഹിച്ച സാക്ഷ്യവുമായിട്ടാണ് ഈ ദമ്പതികൾ നമ്മുടെ മുന്നിലായിരിക്കുന്നത്. സിസ്റ്ററിന്റെ പേര് എൽസ. സിസ്റ്റർ നേഴ്സാണ്. ഓസ്ട്രേലിയയിലാണ് ഇവർ താമസിക്കുന്നത്. വിവാഹം കഴിഞ്ഞ് 5.5 വർഷമായി. ഒരിക്കൽ പോലും പ്രഗ്നൻ്റ് ആയിട്ടില്ല. അങ്ങനെ കഴിഞ്ഞ ഫെബ്രുവരി 1 നാട്ടിൽ വന്നു. നാട്ടിൽ വന്ന് ട്രീറ്റ്മെൻ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാണ് നാട്ടിൽ വന്നത്. 2-ാം തീയതി നമ്മുടെ ചർച്ചിൽ കടന്നു വന്നു. ജോൺ ബ്രദറിനെ കണ്ട് പ്രാർത്ഥിച്ചു. പിന്നീട് നോർമലായിട്ട് തന്നെ സിസ്റ്റർ പ്രഗ്നൻ്റ് ആയി. ഒരു ട്രീറ്റ്മെൻറ്റേയും ആവശ്യമുണ്ടായില്ല. ഇപ്പോൾ സിസ്റ്റർ 6 വീക്സ് പ്രഗ്നൻ്റ് ആണ്. താങ്ക് യു ജീസസ്. ഇത് നമ്മുടെ അനീഷ് ബ്രദറിൻ്റെ അനുജനും ഭാര്യയുമാണ്. എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടാകും. ഇവർ നാട്ടിൽ വന്ന സമയത്ത് തന്നെ എൽസ ഒരു സാക്ഷ്യവുമായി നമ്മുടെ നടുവിലുണ്ടായിരുന്നു. എന്നാൽ അടുത്തതും കൂടെ പറയാൻ തക്കോണം കർത്താവ് ഇവരെ ബ്ലെസ് ചെയ്തോർത്ത് നന്ദി പറയാം. താങ്ക് യു ജീസസ്. 5 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം പോലും ക്യാരി ആയിട്ടില്ല. പക്ഷേ ഈ പ്രാവശ്യം വളരെ സന്തോഷത്തോടെ ഇവിടെ ആയിരിക്കുന്നു. ദൈവം കൊടുത്ത തലമുറയ്ക്കായി സ്തോത്രം. താങ്ക് യു ജീസസ്. ആമേൻ. കർത്താവ് കർത്താവിൻ്റെ അത്ഭുതങ്ങൾക്കായി നന്ദി പറയാം. ഓരോ പ്രാവശ്യവും സാക്ഷ്യം കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ ഉള്ളിലായിരിക്കുന്ന ക്രിസ്തുവിനെ മനസ്സിലാക്കിയാട്ടെ. ഞാനായിരിക്കുന്നത് അല്ലെങ്കിൽ ക്രിസ്തു എൻ്റെ ഉള്ളിൽ വസിക്കുന്നത്, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഉള്ളിൽ വസിക്കുന്നത്, അതിന് ചില ഉദ്ദേശമുണ്ട്. അനേകർക്ക് ഞാനൊരു അത്ഭുതമാണ്. നിങ്ങളൊരു അത്ഭുതമാണ്. നിങ്ങളുടെ കൈകളൊരു അത്ഭുതമാണ്. നിങ്ങളുടെ വാക്കുകളൊരു അത്ഭുതമാണ്. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. അപ്പോൾ അതിനോടൊപ്പമായിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, ദൈവവചനം എത്ര ബലമുള്ളതാണ്. ദൈവവചനത്തെക്കുറിച്ച് പറയുന്നത് അത് ഇരുവായ്ത്തല വാളിന് സദൃശ്യമെന്നാണ്. കാരണം അതൊരു വ്യക്തി വായിക്കുമ്പോൾ ആ വ്യക്തിയുടെ ഹൃദയം ദൈവത്തിങ്കിലേക്ക് തിരിയുവാനും താൻ ആരാണ് എന്ന ബോധ്യത്തിലേക്ക് വരുവാനിടയാകും. ആ വ്യക്തി പിന്നെ ഒരു സാധാരണ വ്യക്തിയെപ്പോലെ ജീവിക്കത്തില്ല. എന്നെ കേൾക്കുന്ന നിങ്ങളൊരു സാധാരണ വ്യക്തിയല്ല. ഈ പ്രശ്നത്തിന് മുൻപിൽ ഒരിക്കലും തലകുനിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ ഇല്ലാതായി പോകുന്ന ഒരു എതിരാളിക്ക് തോൽപ്പിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയല്ല നിങ്ങൾ അതിനേക്കാളെല്ലാം ബലമുള്ള വ്യക്തിയാണ്. കാരണം കർത്താവ് നിന്നിൽ വസിക്കുന്നു.
ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. ഒന്ന് പറഞ്ഞേ, ലൈഫ് ഓഫ് ഗോഡ് ഈസ് ഇൻ മീ. ദൈവത്തിൻ്റെ ജീവൻ എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. ദൈവത്തിൻ്റെ ജീവൻ വസിക്കുന്ന ഒരു വ്യക്തിയെ രോഗം തൊടത്തില്ല. സാഹചര്യങ്ങൾ തൊടത്തില്ല. കർത്താവേ, ഈ കുടുംബങ്ങളിൽ കർത്താവേ നിൻ്റെ ജീവനാൽ ഉളവാകുന്ന പ്രവൃത്തി കാണട്ടെ അപ്പാ. ജീവനാൽ ഉളവാകുന്ന പ്രവൃത്തി കാണട്ടെ അപ്പാ. അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു യേശുവേ. അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ. അത്ഭുതങ്ങൾ കൊണ്ട് അവിടുന്ന് നിറച്ചതിനായി സ്തോത്രം. അത്ഭുതങ്ങൾ കൊണ്ട് അവിടുന്ന് നിറച്ചതിനായി നന്ദി. അത്ഭുതങ്ങൾ കൊണ്ട് അവിടുന്ന് നിറച്ചതിനായി നന്ദി. അത്ഭുതങ്ങൾ കൊണ്ട് അവിടുന്ന് നിറച്ചതിനായി നന്ദി കർത്താവേ. വ്യക്തികളുടെ ജീവിതത്തിൽ അവിടുന്ന് സംസാരിക്കുന്ന ഓർത്ത് നന്ദി കർത്താവേ. അപ്പോൾ ആ ഒരു കോഫി ബ്രൗണും അതേപോലെ, കോഫി ബ്രൗൺ എന്ന് പറയാൻ കഴിയത്തില്ല, എന്നാൽ ഒരു ബ്രൗണിനോട് ചേർന്നൊരു കളറും ഒരു ക്രീമും ചേർന്നിട്ട് ഒരു വസ്ത്രം ഇട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് തൊടുന്നത് കാണാം. ഹല്ലേലൂയ. നന്ദി യേശുവേ. തൻ്റെ വരുമാനമാർഗം അടഞ്ഞുപോയി. തൻ്റെ വരുമാനമാർഗം അടഞ്ഞുപോയി. ആ വ്യക്തിയുടെ ജീവിതത്തിൽ കർത്താവ് വഴികളെ തുറക്കുന്നത് കാണാം. കർത്താവേ, നിൻ്റെ പ്രവൃത്തിക്ക് നന്ദിയപ്പാ. നിൻ്റെ ക്രിയയ്ക്ക് നന്ദിയപ്പാ. നിൻ്റെ ശ്രേഷ്ഠതയ്ക്ക് നന്ദിയപ്പാ. അവിടുത്തെ സ്നേഹത്തിന് നന്ദിയപ്പാ. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. കർത്താവെ, രോഗികളായിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്നവർ രോഗമുള്ള ഭാഗത്തേക്ക് കൈകൾ വെച്ചാട്ടെ. തലവേദനയാൽ ഭാരപ്പെടുന്ന ഒരു വ്യക്തിയെ കർത്താവ് തൊടുന്നത് കാണാം. അപ്പോൾ ആ നിൻ്റെ പ്രവൃത്തിക്കായി നന്ദി യേശുവേ. നന്ദി പറയുന്ന കർത്താവെ, സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടേനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ വലിയ അനുഭവങ്ങളിൽ നമുക്ക് ഓരോ ദിവസമാകാം. ഗോഡ് ബ്ലെസ് യു.